എന്നിട്ടോ ഇവിടുത്തെ ഹൈന്ദവ സുഹൃത്തുക്കളുടെ ഇടയിലും ക്രൈസ്തവരുടെ ഇടയിലും ദീനീ ദഅവത്തുമായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്ത് എം അക്ബർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറബി പയ്യൻ എന്ന് വിളിച്ചു എന്നുള്ളതാണ് ഇത്രയും വലിയ അപരാധം. ഈ സഫീഹിന് എന്തറിയാം? ഇയാള് അറബി പയ്യൻ എന്ന് വിളിച്ചാൽ അത് വലിയ അപരാധമായി കൊണ്ട് നടക്കുന്നുണ്ട് എങ്കിൽ ആ അപരാധം പറഞ്ഞ ആളെ കുറിച്ച് ഈ മുസ്ലിയാര് പറയുന്ന ഒരു വാക്ക് കൂടെ കേൾക്കുക. അയാൾ ആരാണെന്ന് പറയുന്നുണ്ടോ എന്ന് കേൾക്കുക. നാക്കാലികൾക്കറിയാം അല്ലാഹുവിന്റെ റസൂൽ കേവലം സാധാരണ മനുഷ്യരല്ല. ആ നാക്കാലികളുടെ വിവരവും പോലുമില്ലാത്ത ഇരുകാലി വർഗമാണ് ഇവിടെ പറയുന്നത്. അല്ലാഹുവിന്റെ റസൂൽ കേവലം അറബി പയ്യനാണ്. നാൽക്കാലി മൃഗങ്ങളുടെ അറിവ് പോലും ഇല്ലാത്ത ഇരുകാലി മൃഗമാണ് നബിയെ കുറിച്ച് സാധാരണക്കാരൻ എന്ന് പറയുന്നത്. എന്നാൽ മറ്റൊരു മൗലിയെ കുറിച്ച് മൂപ്പര് പറയുന്നുണ്ട്. മൂപ്പര് ചൂണ്ടിക്കാണിച്ചു തരുന്നുണ്ട്. മൗലിയെ ഒന്ന് കാണുന്നത് കഴിഞ്ഞില്ല. മറ്റൊരു മൗലവി പറയുന്നത് കേട്ടോളൂ. മുഹമ്മദ് എന്ന കുഞ്ഞൻ വയസ്സ് 5 ആയിട്ടുള്ളെങ്കിൽ ഈ കുഞ്ഞനെ കണ്ടപ്പോൾ അവിടെയുള്ള ജൂത പണ്ഡിതന്മാര് ഏകകണ്ഠമായി പറഞ്ഞു, ഇത് തന്നെയാണ് വരാൻ പോകുന്ന മുഹമ്മദ്. മുഹമ്മദ് എന്ന കുഞ്ഞൻ വയസ്സ് 5 ആയിട്ടുള്ളെങ്കിൽ ഈ കുഞ്ഞനെ കണ്ടപ്പോൾ അവിടെയുള്ള ജൂത പണ്ഡിതന്മാര് ഏകകണ്ഠമായി പറഞ്ഞു, ഇത് തന്നെയാണ് വരാൻ പോകുന്ന മുഹമ്മദ്. അപ്പോ എം അക്ബർ സാഹിബ് കുഞ്ഞൻ പറഞ്ഞില്ല, പയ്യനെ പറഞ്ഞു. ഈ പറയപ്പെട്ട നാൽക്കാലി മൃഗങ്ങളെക്കാൾ വിവരമില്ലാത്ത ഇരുകാലി മൃഗം മറ്റൊരു മൗലവി എന്ന് ചൂണ്ടിക്കാണിച്ചിട്ട് മൂപ്പര് കാണിച്ച ആളെ കണ്ടില്ലേ? മൂപ്പര് പറഞ്ഞ എന്താ? കുഞ്ഞൻ എന്ന്. മുഹമ്മദ് നബിയെ കുറിച്ച് മാത്രമല്ല അദ്ദേഹം കുഞ്ഞൻ എന്ന് പറഞ്ഞത്. അദ്ദേഹം കുഞ്ഞൻ എന്ന് പറഞ്ഞ പ്രവാചകൻ ആരൊക്കെയാണെന്ന് നോക്ക്. ആ കുഞ്ഞൻ സംസാരിച്ചു. ഈസാ നബി എന്ന കുഞ്ഞൻ. ആ കുഞ്ഞൻ സംസാരിച്ചു. ഈസാ നബി എന്ന കുഞ്ഞൻ. ആ കുഞ്ഞൻ സംസാരിച്ചു. ഈസാ നബി എന്ന കുഞ്ഞൻ. ഇന്നി അബ്ദുല്ലാഹി ആതാനിൽ കിതാബ വജഅലനി നബിയ്യ. പ്രസവിച്ച അന്ന് ലോകത്തൊരാളും അങ്ങനെ കുഞ്ഞൻ മുഹമ്മദ് നബി മാത്രമല്ല ഇവരുടെ അടുക്കല് ഈസാ നബിയും കുഞ്ഞനാണ്. അപ്പോ കേവലം മനുഷ്യന്മാർക്കിടയിൽ നടക്കുന്ന പദപ്രയോഗങ്ങളെ ജനങ്ങൾ